ഇന്ന് ദൈവവചന പഠനത്തിനായി നമുക്ക് ഈ പ്രതിസന്ധിയുടെ നടുവിലും വളരെ സന്തോഷത്തോടെ പല സ്ഥലങ്ങളിൽ വീടുകളിൽ ഇരുന്ന് ശ്രദ്ധിക്കുവാനുള്ള അവസരം ദൈവം നൽകിയതോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തെ സംബന്ധിച്ചുള്ള പഠനം അല്ലെങ്കിൽ പ്രഭാഷണം വളരെയധികമായി നാം കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില ക്ലാസ്സുകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നാം കേട്ടത് കൂടാതെ വണ്ണം ഒരുപക്ഷെ നമ്മുടെ ചിന്തയിലേക്ക് വരാതെ ഇരുന്ന ചില വസ്തുതകളും ഈ പഠനത്തിൽ നമുക്ക് സഹായമാകും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കർത്താവ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എന്നെ ഈ ക്ലാസ് എടുക്കാൻ കർത്താവിന്റെ ദാസൻ സാജു അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒക്കെ താല്പര്യം കാണിച്ചതിൽ ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അപ്പോൾ തന്നെ വചന പഠനത്തിന് കാതോർത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ഞാൻ വിശേഷാൽ അറിയിക്കുകയാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം സംഭവിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ആദ്യത്തേതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ആ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ക്രിസ്തുവിന്റെ ന്യായാസനവും രണ്ടാമത് യേശുക്രിസ്തു എന്ന ദൈവ കുഞ്ഞാടിന്റെ കല്യാണവുമാണ്. അപ്പോൾ ഉൽപ്രാപണാനന്തര സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതാണ്. അതിൽ നമ്മൾ ആദ്യത്തേതാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ളത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ എന്തു പറയുന്നു എന്നുള്ളതിലേക്ക് ആദ്യം നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമാണ്. എങ്കിലും ആ വേദഭാഗം നമുക്ക് എടുക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ദൈവവചനം നിങ്ങളുടെ കരങ്ങളിലുണ്ടല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചാലും. 5:10 നാം വായിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകും. അപ്പൊ ന്യായാസനത്തെ സംബന്ധിച്ച്, ക്രിസ്തുവിന്റെ ന്യായാസനത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് നാം ഇവിടെ കണ്ടത്. ഇനി നമുക്ക് മറ്റൊരു വാക്യം കൂടെ റോമാലേഖനത്തിൽ നിന്ന് വായിക്കാം. റോമാലേഖനം 14-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാവുന്നതാണ്. 14:10 എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും എന്നാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5:10 ക്രിസ്തുവിന്റെ ന്യായാസനം എന്നും, റോമാലേഖനം 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ന്യായാസനം എന്നും പറഞ്ഞിരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല, ഒരേ ന്യായാസനത്തെ സംബന്ധിച്ചാണെന്നും നാം ഓർക്കണം. ഈ ന്യായാസനത്തിന്റെ മുൻപിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു വിവരണം 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് അനുവദിച്ച നാം പുറകാലെ അത് ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഈ ന്യായാസനത്തെ സംബന്ധിച്ച് ഒന്നാമത് നമ്മൾ ഓർത്തത്, ന്യായാസനത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ്, ക്രിസ്തുവിന്റെ ന്യായാസനം. ഇനിയും രണ്ടാമത് നമ്മൾ ആ ഭാഗത്ത് ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ അർത്ഥവ്യാപ്തി എന്നുള്ളതാണ്.
ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന ആ വാക്കിൽ വരുന്ന അർത്ഥങ്ങൾ, ആശയങ്ങൾ എന്താണ്? പുതിയ നിയമത്തിൽ രണ്ട് വ്യത്യസ്ത വാക്കുകൾ ന്യായാസനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ രണ്ട് വ്യത്യസ്ത വാക്കുകൾ ന്യായാസനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പദം അല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് ക്രൈറ്റീരിയോ എന്ന വാക്കാണ്. CRITERION, ക്രൈറ്റീരിയോൺ എന്ന വാക്കാണ് ആദ്യത്തെ പദം. ആ പദം വരുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് പുതിയ നിയമത്തിൽ നിന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്ന്, യാക്കോബിന്റെ ലേഖനം 2:6. ഈ ക്രൈറ്റീരിയോൺ എന്ന പദം വരുന്ന വാക്യം യാക്കോബ് 2:6. കൂടാതെ 1 കൊരിന്ത്യർ 6:2-4. 1 കൊരിന്ത്യർ 6:2-4 എന്ന് പറഞ്ഞാൽ യാക്കോബ് 2:6 ന്യായസ്ഥാനങ്ങൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ന്യായസ്ഥാനങ്ങൾ 1 കൊരിന്ത്യർ 6:2-4 വിധിക്കും എന്നുള്ള കാര്യവും അവിടെ പറയുന്നുണ്ട്. വിധി പ്രസ്താവിക്കുന്ന, അപ്പോൾ അതിനൊരു ഒരു അർത്ഥം, അതിന്റെ ആ വാക്കുകളിന് വരുന്ന ചില അർത്ഥ പദങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. വിധി പ്രസ്താവിക്കുന്ന സ്ഥലം, ഒരു ന്യായാധിപന്റെ ധർമാസനം, ജഡ്ജിമാരുടെ ബെഞ്ച് ഇത്യാദി അർത്ഥങ്ങൾ അതിന് ഉണ്ട്. അതായത് ക്രൈറ്റീരിയോൺ എന്ന പദത്തിന്. ഇനിയും ന്യായാസനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ പദം ബീമ എന്നാണ്. BEMA, ബീമ. ബീമ എന്ന പദമാണ് രണ്ടാമത്തെ പദം. ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനൊന്ന് ഓർപ്പിക്കാം. ചട്ടക്കൂടിന്മേൽ പടികളാൽ ഉയർത്തി കെട്ടിയത് എന്ന്, പിന്നെ ഒരു പ്ലാറ്റ്ഫോം, ന്യായാസനം, ജഡ്ജിയുടെ ഔദ്യോഗിക ഇരിപ്പിടം. ആ കാര്യം, ജഡ്ജിയുടെ ഔദ്യോഗിക ഇരിപ്പിടം എന്നതിന് അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം 12-16 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 18-12-16 ഈ ബീമ എന്ന വാക്കാണ് അവിടെ വരുന്നത്. ക്രിസ്തുവിന്റെ ന്യായപീഠം റോമർ 14:10. ക്രിസ്തുവിന്റെ ന്യായാസനമെന്നും ന്യായപീഠം, ഇവയ്ക്കൊക്കെ ഈ ബീമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രസിദ്ധ വേദ പഠിതാവായ ജോസഫ് ഹെൻറി തായർ എന്ന് പറയുന്ന ആളിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഈ ബീമ എന്ന ഈ പദം സിംഹാസനത്തോട് സാമ്യമുള്ള ഒരു ഘടന എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സംബന്ധിച്ച് അദ്ദേഹം വിവരിച്ചിരിക്കുന്ന വസ്തുത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അഥേനയിലെ പഴയ കളി സംഘങ്ങളിൽ ഉയർന്ന ഒരു പ്ലാറ്റ്ഫോമും അതിൽ മത്സര കളിയുടെ പ്രസിഡന്റോ അമ്പയറോ ഇരിക്കുന്ന ഒരു പ്രത്യേക ഇരിപ്പിടവും ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ടാണ് ജയാളികൾക്കെല്ലാം അദ്ദേഹം പ്രതിഫലം നൽകിയിരുന്നത്. പ്രസ്തുത ഇരിപ്പിടത്തിന് പ്രതിഫലാസനം എന്നർത്ഥമുള്ള ബീമ എന്നായിരുന്നു പേര്. പിന്നെ ഇത്രയും ഞാൻ വിശദീകരിച്ചെങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉയർന്ന പീഠം എന്ന് നമുക്ക് അതിന് അർത്ഥം കൊടുക്കാൻ കഴിയും. എന്നാൽ ഈ ബീമ എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്ന ആ കാര്യങ്ങൾ മാന്യത, അധികാരം, ബഹുമാനം, പ്രതിഫലം ഇത്യാദി പദങ്ങളാണ് ബീമയോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ന്യായാസനം അല്ലെങ്കിൽ ബീമയോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മാന്യത, അധികാരം, ബഹുമാനം, പ്രതിഫലം എന്നിത്യാദി പദങ്ങൾ ബീമയോട്
ബന്ധപ്പെട്ട് ഇരിക്കുന്നു. അതിനാൽ ഈ പദം അതിൻ്റെ സ്വഭാവത്തെ വിവരിക്കുന്നതല്ലാതെ ശിക്ഷ നടത്തുന്ന ഒരു സ്ഥലമായിട്ടല്ല ഇരിക്കുന്നത്. സമയം നമുക്ക് വളരെ പരിമിതമാണെങ്കിലും ക്രിസ്തുവിന്റെ ന്യായാസനത്തെ സംബന്ധിച്ച് പലരും പ്രസംഗിച്ചും പഠിപ്പിച്ചും വരുമ്പോൾ വിശ്വാസികളെ ഒരുപാട് അങ്ങ് പേടിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഈ ഭീമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ നടക്കുന്നത് എന്താണ്? ഇവര് പലരും പറയുമ്പോൾ അവിടെ ദൈവം ഇവിടെ ഏറ്റു പറയാതിരുന്ന പാപങ്ങൾക്കൊക്കെ ശിക്ഷ ലഭിക്കും എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വരരുത്. അങ്ങനെ പഠിപ്പിക്കുന്നത് വിവരക്കേടാ. കാരണം ഇവിടെ ശിക്ഷ അനുഭവിച്ചിട്ടാ നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് തെറ്റുകൾക്ക് ബാലശിക്ഷ നൽകുന്നുണ്ട്. ആ ബാലശിക്ഷ അനുഭവിച്ച് അതിന്റെ ശുദ്ധീകരണവും പ്രാപിച്ച വിശ്വാസിയെ ഈ ഭീമായുടെ മുൻപിൽ നിർത്തുന്നത് ശിക്ഷയ്ക്ക് വേണ്ടി അല്ല എന്നുള്ളത് ഓർക്കണം എന്ന് നമ്മൾ തുടർന്ന് ആ വിഷയം പഠിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അടുത്തത് ക്രിസ്തുവിന്റെ ഭീമായുടെ സമയം ഇതെപ്പോഴാണ് എന്നുള്ളത് നാം ഓർക്കണം. ഭീമായുടെ സമയം അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ സമയം എന്ന് പറയുന്നത് സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെയാണ് എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ പഠിക്കാൻ കഴിയും. ദൈവസഭ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ഭീമായുടെ ആവശ്യമില്ല, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ആവശ്യമില്ല. ദൈവസഭ ഭൂമിയിൽ നിന്ന് ഉത്പ്രാവണം ചെയ്ത് കർത്താവിന്റെ അടുക്കൽ മേഘങ്ങളിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞാണ് ഈ ഭീമ വെക്കുന്നത്, ന്യായാസനം വെക്കുന്നത്. അവിടെയാണ് നമ്മുടെ പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുന്നത് എന്നുള്ളത് നാം വിശേഷാൽ ഓർക്കണം. അപ്പോൾ ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം, എടുക്കപ്പെട്ടതിന് ശേഷമാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഒന്ന്, ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന കർത്താവ് അവിടെ ഒരു ഉപമ പറഞ്ഞതിന് ശേഷം ഈ കാര്യത്തെ സംബന്ധിച്ച് ഓർപ്പിക്കുന്നത് നോക്ക്. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. അതായത് ഒരു മുത്താഴം ഒരുക്കിയിട്ട് ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കാതെ ദരിദ്രരെയും അംഗഹീനരെയും മുടന്തന്മാരെയും കുരുടന്മാരെയും ഒക്കെ ക്ഷണിക്കാൻ പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്. കാരണം അവർക്ക് നിനക്ക് പ്രത്യുപകാരം ചെയ്യാനുള്ള വകയില്ലാത്തവരാണ്. അതുകൊണ്ട് അവരെ വിളിക്കുന്നെങ്കിൽ നീ ഭാഗ്യവാനായി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നീതിമാന്മാരുടെ പുനരുത്ഥാനം, ദൈവ ജനത്തിന്റെ പുനരുത്ഥാനം ചെയ്താണല്ലോ കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടുന്നത്. ആ സമയത്ത് നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും, നിനക്ക് പ്രതിഫലം ഉണ്ടാകും എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തം, ദൈവസഭ ഇവിടെ നിന്ന് ഉയർക്കേണ്ടവർ ഉയർത്തും, രൂപാന്തരപ്പെടേണ്ടവർ രൂപാന്തരപ്പെട്ടും ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടതിന് ശേഷമാണ് ഈ ന്യായാസനം വെക്കുന്നത്, പ്രതിഫലം കൊടുക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. തന്നെയല്ല, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 17 വരെ സഭയുടെ എടുത്തുകൊള്ളപ്പെടലിനെ കുറിച്ച് പറയുന്നുവെന്ന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അവിടെയും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെ വ്യക്തമാക്കുന്നത് എന്താണ്? അതിനാൽ ഒരു പ്രതിഫല ദാനവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനിയും സഭയുടെ ഉത്പ്രാവണത്തിന് ശേഷമാണ് ഈ ക്രിസ്തുവിന്റെ ഭീമ വെക്കുന്നത് എന്നതിന്റെ രണ്ടാമത്തെ തെളിവ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലാണ്.
വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നാം തിരിയുമ്പോൾ അവിടെ ദൈവാത്മാവ് കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. കാണാതെ നമുക്കറിയാം, എന്നാലും അതൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നതാണല്ലോ കുറെ കൂടെ നല്ലത്. 19:8 അതിന്റെ 7-8 വാക്യങ്ങൾ: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നീതി പ്രവർത്തികൾ എന്ന് പറയുന്നത് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ പരിശോധിച്ചതിന് ശേഷം പ്രതിഫലാർഹമെന്ന് നിർണയിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ ഒരു പ്രതിഫലം വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ഇതിന്റെ മുമ്പിലാണ്, ഭീമായുടെ മുൻപിലാണ്. അപ്പോൾ ആ വിഷയത്തിലും നമുക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂന്നാമത്, കർത്താവ് തനിക്ക് സ്വന്തമായ സഭയ്ക്ക് വേണ്ടി വരുന്ന ദിവസത്തോടനുബന്ധിച്ചാണ് പ്രതിഫലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഭീമ വെച്ച് ദൈവ ജനത്തിന്റെ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കുന്നത് ദൈവസഭയുടെ ഉൽപ്രാപണത്തിനും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവസഭ ഉൽപ്രാപണം ചെയ്ത് മഹോപദ്രവകാലം 7 വർഷം, അതിന്റെ അന്ത്യത്തിലാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത അഥവാ സഭയുമായി ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഉൽപ്രാപണത്തിനും മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയിൽ സംഭവിക്കുന്നതാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനിയും അടുത്തത്, 5-ാമത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഓർപ്പിക്കുന്നത്, ക്രിസ്തുവിന്റെ ഭീമായിലെ ന്യായാധിപതി അഥവാ ക്രിസ്തുവിന്റെ ന്യായാസനത്തിലെ ന്യായാധിപതി ആരാണ്? ന്യായാധിപതി ആരാണെന്നുള്ളത് 2 കൊരിന്ത്യർ 5:10 നാം കണ്ടു കഴിഞ്ഞു. അവിടെ എന്താ കണ്ടത്? നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകും. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആ ന്യായാസനത്തിൽ ഇരിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവാണ് ന്യായാധിപതി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയത്തിൽ ഉള്ള കാര്യമല്ലെങ്കിലും ഇതുപോലെ ക്രിസ്തു ഇരിക്കുന്ന 3 ന്യായാസനങ്ങളെന്നോ സിംഹാസനങ്ങളെന്നോ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ ക്രിസ്തുവിന്റെ ന്യായാസനം ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവസഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം, തുടർന്ന് ക്രിസ്തു തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓർപ്പിച്ചതുപോലെ സഭയുടെ ഉൽപ്രാപണം നടന്നു കഴിഞ്ഞ് ഇവിടെ ഭൂമിയിൽ എതിർ ക്രിസ്തു അവന്റെ ഭരണം നടത്തും. അതുപോലെ ദൈവക്രോധം ഈ ഭൂമിയുടെ മേൽ ചൊരിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ 70 ആഴ്ചവട്ടങ്ങളിലെ 69 ആഴ്ചവട്ടവും കഴിഞ്ഞു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടു കൂടെ. ഇനി ഒടുവിലത്തെ ആഴ്ചവട്ടം, അത് 7 വർഷം. ആ കാലത്താണ് ഈ മഹോപദ്രവകാലം നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ മഹോപദ്രവ കാലത്തിന്റെ അന്ത്യത്തിൽ കർത്താവായി യേശു ക്രിസ്തു രാജാവായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അന്ന് ജാതികളെ വിധിക്കാനായി സ്ഥാപിക്കുന്ന സിംഹാസനമാണ് തേജസ്സിന്റെ സിംഹാസനമെന്ന് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ അടുത്തത് ക്രിസ്തു ഇരിക്കുന്ന സിംഹാസനം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലാണ്. അത് വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അപ്പോൾ ഞാൻ അത് വിവരിക്കുന്നത് അത് ഒടുക്കത്തെ ആ ന്യായവിധിയാണ്, ഒടുവിലത്തെ അന്ത്യ ന്യായവിധിയാണ്, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അത് വേറൊരു വിഷയമാണ്. ഞാന് ക്രിസ്തുവിന്റെ ന്യായാസനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞപ്പോൾ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിലും വരാൻ പോകുന്ന തേജസ്സിന്റെ സിംഹാസനത്തിലും തുടർന്നു വരുന്ന വെള്ള സിംഹാസനത്തിലും എല്ലാം ഇരുന്ന് ന്യായം വിധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്, പിതാവായ ദൈവമല്ല എന്നുള്ളത് നാം ഓർക്കണം. അതെന്തുകൊണ്ടാണെന്നുള്ളത് കർത്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം എന്താ കാണുന്നത്? പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം. എല്ലാവരും ബഹുമാനിക്കണം. നോക്കണം, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും എല്ലാവരും ബഹുമാനിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പിതാവിന്റെയും പുത്രന്റെയും സമത്വമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് എന്ത് ചെയ്തു? പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പൊ നോക്ക്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിലായിരുന്നാലും തേജസ്സിന്റെ സിംഹാസനത്തിലായിരുന്നാലും ഒടുവിൽ വെള്ള സിംഹാസനത്തിലായിരുന്നാലും ക്രിസ്തു ഇരുന്ന് ന്യായം വിധിക്കുന്നതിന്റെ കാരണം പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിക്കേണ്ടതിന് ന്യായവിധി മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലും കൂടെ നമുക്ക് ഈ വേദഭാഗം ചിന്തിക്കാം. എന്ത്? ഈ ക്രിസ്തുവിന്റെ ബീമായിലെ ന്യായാധിപൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കാണാൻ കഴിയും. മറ്റൊരു കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. റോമാലേഖനം 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ആദ്യം വായിച്ചു കണ്ടു, ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ. അപ്പൊ 2 കൊരിന്ത്യർ 5:10 ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറഞ്ഞ് ഇവിടെ ദൈവത്തിന്റെ ന്യായാസനം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണത് അർത്ഥം? അർത്ഥം ഇത് തന്നെയുള്ളൂ. ദൈവമാണ് അഥവാ പിതാവാണ് പുത്രനെ ന്യായവിധി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവ് സഹായിക്കട്ടെ. ഇനിയും തുടർന്ന് ക്രിസ്തുവിന്റെ ബീമായുടെ മുൻപിൽ നിൽക്കുന്നവരെ ആരാണ് എന്നുള്ളതുകൂടെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ക്രിസ്തുവിന്റെ ബീമായുടെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നവര് ആരാണ്? ആരാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ ക്രമീകൃതമായി പഠിക്കുന്നില്ലെങ്കിൽ പലരും ഒക്കെ ഓർക്കുന്നത് എല്ലാവരും അവിടെ അങ്ങ് നിൽക്കുമെന്നാണ്. എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കും എന്ന് വായിക്കുന്നില്ല. അവിടെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന വിശ്വാസികളുടെ സമൂഹമാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുന്നത്. അവിടെ ഒരവിശ്വാസി പോലും, ഒരൊറ്റ അവിശ്വാസി പോലും ആ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കാനുണ്ടായിരിക്കുകയില്ല എന്നുള്ളത് നാം വിശേഷാൽ ഓർത്തുകൊള്ളണം. അപ്പോൾ ചുരുക്കത്തിൽ വിശ്വാസികളാണ് ക്രിസ്തുവിന്റെ ബീമായുടെ മുൻപിൽ നിൽക്കുന്നവർ. വിശ്വാസികളാണ്, വിശ്വാസ സമൂഹമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റൊരു കാര്യം കൂടെ, ആ 2 കൊരിന്ത്യർ 5:10 പൗലോസ് പറയുമ്പോൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? നാം എല്ലാവരും, ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ നാം എല്ലാവരും എന്ന് പറയുമ്പോൾ, അതായത് ഇത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണല്ലോ, കൊരിന്തിയ സഭയ്ക്കാണല്ലോ എഴുതുന്നത്. അതിന്റെ അർത്ഥം എന്താ? സുവിശേഷത്താൽ പൗലോസ് വീണ്ടും ജനിപ്പിച്ച കൊരിന്ത്യയിലുള്ള വിശ്വാസികളെ കൂടാതെ നാം എല്ലാവരും എന്ന് പറയുമ്പോൾ പൗലോസും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒന്ന് ഓർത്തു നോക്ക്, കൊരിന്ത്യയിലെ വിശ്വാസികൾ മാത്രമല്ല,
സകല വിശ്വാസികളും, ദൈവസഭയുടെ സകല അംഗങ്ങളും കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ എഴുതുന്ന പൗലോസ് ഉൾപ്പെടെ സകല അപ്പോസ്തലന്മാരും സകല വിശ്വാസികളും ഈ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് 2 കൊരിന്ത്യർ 5:10 നമ്മെ വെളിപ്പെടുത്തുന്നത് എന്ന് കാണാൻ കഴിയും. അത് തന്നെയാണ് റോമാലേഖനം 14:10. വീണ്ടും ഞാൻ വരികയാണ്. അവിടെ എന്താ എഴുതിക്കുന്നത്? നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? 2, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരുമെന്ന് അവിടെ പറയുന്നു. അവിടെ ഒന്ന് ഓർക്ക്, കുറെ പേര് മറ്റു ചില സഹോദരങ്ങളെ വിധിക്കുന്നു. അങ്ങനെ വിധിക്കപ്പെടുന്ന കുറെ സഹോദരന്മാരെ ഇവരെ ധിക്കരിക്കുന്നു. അപ്പോൾ വിധിക്കപ്പെടുന്നവരുമുണ്ട്, ധിക്കരിക്കപ്പെടുന്നവരുമുണ്ട്. ഇന്നും അതുണ്ടല്ലോ. സഹോദരങ്ങളെ വിധിക്കുന്നവരുണ്ട്, സഹോദരങ്ങളെ ധിക്കരിക്കുന്നവരുമുണ്ട്. ഈ കൊറോണ ആയിട്ടും അതിനൊരു കുറവും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് ഇപ്പോഴെങ്കിലും ഒരു പാഠം പഠിച്ച് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞൊക്കെ പോകുമെന്ന് വിചാരിച്ചിട്ടും ഞങ്ങൾ നന്നാകുകയല്ലെന്ന് ചിലരങ്ങ് തീരുമാനമെടുത്തിരിക്കുക. അതുകൊണ്ട് വിധിക്കുകയും ചെയ്യുന്നുണ്ട്, ധിക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ പൗലോസ് ഓർപ്പിക്കുന്നത് എന്താ? ഈ വിധിക്കുന്നവനും ധിക്കരിക്കുന്നവനും ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ ഭീമായുടെ മുൻപിൽ നിൽക്കുന്നവർ സകല വിശുദ്ധന്മാരും സകല വിശ്വാസികളും അതിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഒരു വേദ പഠിതാവിന്റെ ഒരു ആശയം ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. അതായത് 3 വിധത്തിലുള്ള ആളുകൾ ഈ ഭീമായുടെ മുൻപിൽ ഉണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 3 വിധത്തിലുള്ള ആളുകൾ. അതായത് ഒന്ന്, ലോത്തിനെ പോലുള്ള ആളുകൾ ഉണ്ടാകും. ലോത്തിന് നീതിമാൻ എന്നാണല്ലോ നാം തിരുവഴുത്തിൽ പുതിയ നിയമത്തിൽ വായിക്കുന്നത്. വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. നീതിമാനാണ്, പക്ഷെ അദ്ദേഹം വലഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ ലോത്തിനെ കുറിച്ച് പറയും, അയാൾ വലിയ നീതിമാനായിരുന്നു, വലഞ്ഞുപോയി എന്നൊക്കെ പറയും. അയാൾ ഒരാളെ വലഞ്ഞുള്ളൂ. ഇന്ന് വലഞ്ഞുപോയ ഒരുപാട് നീതിമാന്മാർ ഈ മണ്ണിൻ മുകളിൽ ജീവിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നമുക്കറിയാം. നമ്മളിൽ പലരും ആ ടൈപ്പിലുള്ളവരുമാണെന്നുള്ളതിനും സംശയമില്ല. പോട്ടെ. അപ്പോൾ ആ നീതിമാനായ ലോത്തിനെ പോലുള്ള ആളുകൾ ഈ ന്യായാസനത്തിന്റെ മുമ്പാകെ ഉണ്ടായിരിക്കുമെന്നാ പറയുന്നത്. കാരണം എന്താ? ലോത്തിന് എന്തോ സംഭവിച്ചു. അവനുള്ള കാലം മുഴുവൻ നീരോട്ടമുള്ള സ്ഥലം തേടി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കൈപ്പിടിയിൽ ഒതുക്കണമെന്നുള്ള വലിയ താല്പര്യത്തിലുള്ള നെട്ടോട്ടത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനോ ജീവിക്കുവാനോ സമർപ്പിക്കപ്പെടാനോ അവന് സാധിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവനുള്ളതെല്ലാം നേടിയതെല്ലാം ഈ മണ്ണിൽ അങ്ങ് വെന്തുപോയി. ഒടുവിൽ നമ്മുടെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മൾ സാധാരണ പറയുന്ന ഒരു ഭാഷ, ഉടുതുണിയോടുകൂടെ ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. നേടിയതിൽ അത് മാത്രമേ ഉണ്ടായിരുന്നു സമ്പാദ്യം. അപ്പൊ ലോത്തിനെ പോലുള്ളവര് ആ ന്യായാസനത്തിന്റെ മുമ്പിൽ കാണും. ഞാന് വിവിധ വശങ്ങളിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കൂട്ടര് ആ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരിൽ രണ്ടാമത്തെ കൂട്ടര് രക്ഷിക്കപ്പെട്ട ആ ക്രൂശിലെ കള്ളനെ പോലുള്ളവരും അവിടെ കാണും. എന്ന് പറഞ്ഞാൽ കള്ളന്മാരവിടെ കാണുമെന്നല്ല ഓർപ്പിക്കുന്നത്. ഈ ക്രൂശിൽ മാനസാന്തരപ്പെട്ട പർദീസയിലേക്ക് പോയ ആ കള്ളൻ മാനസാന്തരപ്പെടുകയും മരിക്കുകയും പെട്ടെന്നായിരുന്നു. ജീവിച്ചിരുന്ന് എന്തെങ്കിലും ക്രിസ്തുവിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അവസരം കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആ വലിയ വേളയിലാണ് രക്ഷിതാവിങ്കിലേക്ക് വരുവാൻ ഇടവന്നത്. അങ്ങനെയുള്ള ചില ആളുകളും അവിടെ ഉണ്ടാകും. ജീവിച്ച്
ഏതാണ്ട് തീരാറായ സമയത്ത് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുകയും അധികം നാള് ജീവിക്കാൻ കഴിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിട്ടുള്ള ആളുകൾ, അവരും രക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവര് ന്യായാസനത്തിന്റെ മുമ്പാകെ അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കുമെന്ന് ആ വേദപണ്ഡിതാവ് പറയുന്നു. ഇനി മൂന്നാമത്തെ കൂട്ടര് പൗലോസിനെ പോലുള്ള ആളുകളാണ്. പൗലോസിനെ പോലുള്ള ആളുകൾ, അദ്ദേഹം എന്താ, ജീവിതത്തിന്റെ ഒടുവിൽ ആ നീറോയുടെ ഖഡ്ഗം തന്റെ കഴുത്തിൽ വീഴുന്ന നിമിഷത്തിന് മുമ്പ് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം അല്ലെങ്കിൽ തന്റെ ഒടുവിലത്തെ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം എന്താണ് അവിടെ ഓർപ്പിക്കുന്നത്? 4-ാം അധ്യായം 2 തിമോത്തിയോസ് 4:8, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസികളും ന്യായാസനത്തിന്റെ മുൻപിലുണ്ട്. എന്തൊരു കൃതാർത്ഥതയുടെ വാക്കുകളാണ് അദ്ദേഹം അവിടെ പറയുന്നത്. തിരിഞ്ഞു നോക്കി ഒരു 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 പശ്ചാത്താപത്തിന് സംഗതി വരാത്ത നിലയിലുള്ള വാക്കുകളാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നതായി കാണാൻ കഴിയും. എന്തൊരു ചാരിതാർത്ഥ്യം, എന്തൊരു കൃതാർത്ഥത, എന്തൊരു സംതൃപ്തി! പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയങ്ങൾ, ഈ അവസരങ്ങൾ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു ജീവിതവും പ്രവൃത്തിയും ഇവിടെ നടത്തുവാൻ നാം കഴിയുന്നെങ്കിൽ എത്രയോ ധന്യരാണെന്നുള്ള വസ്തുത ഞാനും നിങ്ങളും മറന്നു പോകരുത്. അതുകൊണ്ട് വിശ്വാസ സമൂഹം മുഴുവനും ക്രിസ്തുവിന്റെ ഭീമായുടെ മുൻപിലുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിച്ചു, 3 കൂട്ടരെ പോലുള്ളവര് എല്ലാം നഷ്ടപ്പെട്ട് അങ്ങ് ചെല്ലുന്ന ആളുകൾ, ഒന്നും നേടാൻ കഴിയാത്തവര്, അങ്ങനെയുള്ളവരെ. 2, രക്ഷിക്കപ്പെട്ടിട്ട് അധികം നാൾ ജീവിച്ച് കർത്താവിന് വേണ്ടി പോകാൻ കഴിയാതെ പോയവര്. പിന്നെ പൗലോസിനെ പോലെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളും ജീവിതവും കർത്താവിന് വേണ്ടി പ്രയോജനകരമായി ഉപയോഗിച്ചവരും അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിൽ പെടുമെന്നുള്ളത് ശാന്തമായി ചിന്തിക്കുവാൻ ദൈവം നമുക്ക് സംഗതി വരുത്തട്ടെ. ഇനിയും തുടർന്ന് നമ്മൾ ഈ ഭാഗത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ ഭീമായിലെ പരിശോധനയുടെ ആധാരം. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നാം പരിശോധിക്കപ്പെടാനായിട്ട് പോകുന്നത്? അതാണ് ഞാൻ ഓർപ്പിച്ച ഹെഡ്ലൈൻ. ക്രിസ്തുവിന്റെ ഭീമായിലെ പരിശോധനയുടെ ആധാരം എന്താണ്? കേട്ടോളുക. അവിടെ പരിശോധിക്കപ്പെടുന്ന വ്യക്തി വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതല്ല. കേട്ടോളുക. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ പരിശോധിക്കപ്പെടുമെന്ന് പറയുന്നത് താൻ വിശ്വാസിയാണോ അതോ താൻ അവിശ്വാസിയാണോ? ഇതല്ല അവിടെ പരിശോധിക്കപ്പെടുന്നത്. കാരണം അവിശ്വാസി ഒരെണ്ണവും ഇതിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കുകയില്ലല്ലോ. ഉൽപ്രാപണത്തിൽ അവരില്ലല്ലോ, വിശ്വാസികൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരുവൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് പരിശോധിക്കപ്പെടുകയല്ല, ഒരു വ്യക്തിയെ അവിടെ പരിശോധിക്കുകയല്ല. അത് പ്രത്യേകിച്ച് ഓർക്കണം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ ന്യായാസനത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ചിലർ അങ്ങനെയും പറയാറുണ്ട്. നമ്മളെ വ്യക്തികളെ പരിശോധിക്കാനല്ല അവിടെ നിർത്തിയിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ ഓർപ്പിക്കാം. അതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. വ്യക്തി വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതല്ല ആ പരിശോധിക്കപ്പെടുന്നതിന്റെ കാരണം രക്ഷയുടെ കാര്യം അവിടെ പരിഗണിക്കുന്നില്ല. കാര്യം അതിന്റെ ആവശ്യമില്ലല്ലോ. ക്രിസ്തുവിലായി ശിക്ഷാവിധി നീങ്ങിയ രക്ഷിക്കപ്പെട്ടവരാണല്ലോ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ആ രക്ഷയുടെ ഒരു പരിഗണന അവിടെ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ രക്ഷയെ പരിഗണിക്കാനല്ല ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് പ്രശസ്ത വേദ പണ്ഡിതൻ ആർതർ പ്രിഥോം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. അദ്ദേഹം പറയുന്നത്, തന്റെ സ്വാഭാവികമോ പൈതൃകമോ ആയ അകൃത്യങ്ങൾക്ക് വേണ്ടി ഒരു വിശുദ്ധനും ന്യായാസനത്തിന് മുൻപാകെ ഒരിക്കലും പോകേണ്ടി വരില്ല. അദ്ദേഹം പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? തന്റെ
സ്വാഭാവികമോ പൈതൃകമോ ആയ അകൃത്യങ്ങൾക്ക് വേണ്ടി ഒരു വിശുദ്ധൻ അഥവാ വിശ്വാസി ന്യായാസനത്തിന് മുൻപാകെ ഒരിക്കലും പോകേണ്ടി വരികയില്ല. മനസ്സിലായല്ലോ? ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ഈ ഭൂമിയിൽ സംഭവിച്ച തെറ്റിന്റെ, കുറ്റത്തിന്റെ, അകൃത്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. കാരണം അതിനിവിടെ ശുദ്ധീകരണം ലഭിച്ചാണല്ലോ നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി അല്ല. തുടർന്ന് അദ്ദേഹം പറയുന്നത് കേട്ടോ, കാരണം അങ്ങനെയുള്ളവരെ അതിനു വേണ്ടി അല്ലെന്നുള്ളതിന്റെ കാരണം പറയുകയാണ്. നിയമപരമായി അയാൾ മുമ്പ് തന്നെ ക്രിസ്തുവിൽ മരണം പ്രാപിച്ചയാളാ. അപ്പൊ ക്രിസ്തുവിൽ മരണം പ്രാപിച്ച ഒരാള് പിന്നെ അകൃത്യം എവിടെയാ ഉള്ളത്? രണ്ടാമത് അദ്ദേഹം പറയുന്നത് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണ നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ച് കേൾക്കുന്ന പ്രസംഗം പോലൊരു പഠനം പോലല്ല, കുറെ കൂടെ വിശദമായി. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കാം. പിന്നെ അദ്ദേഹം പറയുന്നത്, സ്വാഭാവിക ഉത്തരവാദിത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ദൈവം അയാളോട് ഇടപെടുകയില്ല. ആ പാപത്തിന്റെ, അകൃത്യത്തിന്റെ പ്രവൃത്തിക്കു വേണ്ടി ദൈവം ഇടപെടാനല്ല നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത്. പിന്നെ വില്യം കെല്ലി എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. നന്മയോ തിന്മയോ എന്നതനുസരിച്ച് ദൈവത്തിന്റെ നീതിപൂർവമായ ഭരണത്തിലെ വ്യവസ്ഥ പ്രകാരം യഥാർഹമായ പ്രതിഫലം നൽകുകയാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നാം ചെയ്ത പ്രവൃത്തിയുടെ പരിശോധനയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഈ മണ്ണിൽ ജീവിച്ച കാലമത്രയും എങ്ങനെ അവൻ പ്രവർത്തിച്ചു കർത്താവിന് വേണ്ടി, ആ പ്രവൃത്തിയുടെ പരിശോധനയ്ക്കാണ് നാം അവിടെ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് പരിശോധിച്ചിട്ട് പ്രതിഫലം നൽകാൻ. ഇനിയും 2 കൊരിന്ത്യർ 5:10 കേൾക്കണം, കേട്ടോണ്ടിരിക്കുക നിങ്ങള്. 2 കൊരിന്ത്യർ 5:10 വെളിപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്ന ആ പദത്തിന് പ്രകടമാക്കപ്പെടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടും വെളിപ്പെടുക എന്നതിന് ശരിയായിരിക്കുന്ന ആശയം പ്രകടമാക്കപ്പെടുക എന്നതാണ്. അപ്പോൾ നോക്ക്, ഇതനുസരിച്ച് ഭീമായുടെ ലക്ഷ്യം ഒരു വ്യക്തിയുടെ ലക്ഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ലക്ഷ്യം അവിടെ പ്രകടമാക്കുക. എന്താണ് ആ വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? ആ വ്യക്തിയുടെ, കേൾക്കണം, പ്രവർത്തനത്തിലെ ലക്ഷ്യം. അദ്ദേഹം ഈ മണ്ണിൽ ജീവിച്ചപ്പോൾ പ്രവർത്തിച്ചത് ഏതൊരു മനോഭാവത്തിലായിരുന്നു, ആ ലക്ഷ്യമാണ് അവിടെ പരിശോധിക്കപ്പെട്ട് പ്രകടിപ്പിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നാം ഇവിടെ പ്രവർത്തിച്ചപ്പോൾ അതിന്റെ പിൻപിൽ വ്യാപരിച്ചിരുന്ന ലക്ഷ്യം എന്തായിരുന്നു? അതാണ് അവിടെ പ്രകടമാകാൻ പോകുന്നത്. ആ വാക്കാണ് വെളിപ്പെടുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് അതൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ, കേട്ടോളുക. 2 കൊരിന്ത്യർ 5:10 ഇത് വെളിപ്പെടുമെന്ന് പറയുമ്പോൾ അതിന്റെ മുൻപിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കേട്ടോളുക. ശരീരത്തിൽ ചെയ്തത് നല്ലതാകിലും, ഇല്ലേ? അങ്ങനല്ലേ അവിടെ നാം വായിക്കുന്നത്? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ശരീരത്തിൽ ചെയ്തെന്നല്ല, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനർത്ഥം എന്താണ്? കേട്ടോളുക. നന്മ തിന്മയെ ഉദ്ദേശിച്ചല്ല ആ പ്രയോഗം. അത്ഭുതപ്പെടും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും എന്നവിടെ പറഞ്ഞിരിക്കുന്നത്
ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് നാം ചെയ്ത നന്മയോ തിന്മയോ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് കേട്ടോളുക. കാരണം ചീത്ത എന്നർത്ഥം വരുന്ന, ഞാന് ഒരു ഗ്രീക്ക് വാക്കെടുക്കുക, മുമ്പും പറഞ്ഞു. കാരണം ചീത്ത എന്നർത്ഥം വരുന്ന കാക്കോസ്, അതുപോലെ തന്നെ പോനറോസ് എന്നീ പദങ്ങളല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? നല്ലതാകലും തീയതാകലും എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് കാക്കോസ് അല്ലെങ്കിൽ പോനറോസ് എന്ന പദമല്ല അവിടെ ഉപയോഗിച്ചത്. ആ പദത്തിന് ചീത്ത എന്നാണ് അർത്ഥം. ഈ പദങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനൊന്ന് ഓർപ്പിക്കാം. അതിനർത്ഥം, അതായത് കാക്കോസ് അല്ലെങ്കിൽ പോനറോസ് എന്ന പദത്തിന്റെ അർത്ഥം സദാചാരമോ ധാർമ്മികമോ ആയ തിന്മ എന്നാണ് അതിനർത്ഥം. സദാചാരമോ ധാർമ്മികമായ തിന്മ എന്നാണ് അതിനർത്ഥം. പക്ഷെ അതല്ല ഇവിടെ 2 കൊരിന്ത്യർ 5:10 കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന വാക്ക് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും എന്നതിന് കൊണ്ടുവന്നിരിക്കുന്ന വാക്ക് പൗലോസ് എന്നാണ്. പൗലോസ് എന്ന് പറഞ്ഞാൽ പൗലോസ് അല്ല, പൗലോസ്, PHAULOS, പൗലോസ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഒന്ന് കേട്ടോളുക. അതിന്റെ അർത്ഥം നിഷ്ഫലമായത്, ഒന്നിനും ഉപകരിക്കാത്തത് എന്നൊക്കെയാണ് അർത്ഥം. മനസ്സിലായല്ലോ? നല്ലതാകിലും തീയതാകിലും. അവിടെ തീയത എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തേക്ക് ഇരിക്കുമ്പോൾ ചെയ്ത തിന്മയെ കുറിച്ചല്ല. പിന്നെന്താണ്? ആ പൗലോസ് എന്ന വാക്കിനർത്ഥം നിഷ്ഫലമായത്, ഒന്നിനും ഉപകരിക്കാത്തത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നമ്മുടെ പ്രവൃത്തികൾ പ്രകടമാകുമ്പോൾ, അങ്ങനെ ആ വാക്ക് പ്രകടമാകുമ്പോൾ, അവിടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികൾ അത് നിഷ്ഫലമായിരുന്നോ, ഒന്നിനും കൊള്ളരുതാത്തതായിരുന്നുവോ എന്ന് അവിടെ പരിശോധിക്കപ്പെടാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ധാർമ്മികമായി നല്ലതോ തീയതോ എന്നുള്ള അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഓർക്കണം. പകരം സ്വീകാര്യമായ പ്രവർത്തനങ്ങളാണോ നടത്തിയത്, അതോ കഥയില്ലാത്ത പ്രവർത്തനങ്ങളാണോ നടത്തിയത്? പ്രിയപ്പെട്ടവരെ, സമയം നമുക്ക് ഇല്ലല്ലോ. ഓർപ്പിക്കട്ടെ, ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ നന്മയും തിന്മയും അതിന്റെ എല്ലാം ഇവിടെ വെച്ചാണ് കർത്താവ് പരിശോധിക്കുന്നത്, തിന്മയ്ക്ക് ബാലശിക്ഷ നൽകുന്നത്. എന്നാൽ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവിടെ നല്ലതാകിലും തീയതാകിലും, തീയത എന്നുദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ചീത്തയല്ല, ചീത്തപരമായ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളല്ല അവിടെ അർത്ഥമാക്കുന്നത്. പിന്നെന്താണ്? നമ്മുടെ പ്രവർത്തനം, ദൈവത്തിനു വേണ്ടി കർത്താവിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നിഷ്ഫലമായിരുന്നോ, കഥയില്ലാത്തതായിരുന്നോ, അതോ സഫലമായിരുന്നോ, അഥവാ സ്വീകാര്യമായിരുന്നോ എന്ന് പരിശോധിക്കപ്പെടുന്ന സമയമാണ് ക്രിസ്തുവിന്റെ ഭീമ എന്നുള്ളത് നാം വിശേഷാൽ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഒരു തിരിഞ്ഞുനോട്ട് നടത്തുന്നത് വളരെ നല്ലതാണ്. ഈ ഭൂമിയിൽ വെച്ച് നാം ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണം. അത് നമ്മൾ ഇവിടം കൊണ്ട് തീർന്ന് കർത്താവിന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് അവിടുത്തെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കും. പക്ഷേ ഇവിടെ നാം ചെയ്ത പ്രവൃത്തികളുണ്ടല്ലോ, പ്രവർത്തനങ്ങളുണ്ടല്ലോ കർത്താവിന്റെ നാമത്തിൽ, അത് എങ്ങനെയുള്ളതാണെന്ന് അവിടെ പരിശോധിക്കപ്പെടാൻ പോവുക. അതിനാണ് ഈ ക്രിസ്തുവിന്റെ ഭീമ. അപ്പോ നാം കർത്താവിന് വേണ്ടി ചെയ്തത്, ചുരുക്കത്തിൽ ഇങ്ങനെ അങ്ങോട്ട് പറയാം, ആരാധന. നാം ആരാധിച്ചു കൊണ്ടിരുന്നതിൽ അത് നിഷ്ഫലമായ ആരാധന എന്ന് പറഞ്ഞാൽ കഥയില്ല. ചിലർ അങ്ങനെയുണ്ട്, കഥയില്ലാത്ത ആരാധന കഴിക്കുന്നവരുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ,
കൂട്ടത്തിൽ പാടുക, വെള്ളത്തിൽ കൂട്ടുക, ഇത് രണ്ടും എളുപ്പമാണെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് ശബ്ദവും വരികയില്ല, ചുണ്ടിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ആരുടെയും ചുണ്ട് അനങ്ങണ്ട, മൂടിക്കെട്ടി വെച്ചിരിക്കുക ചെയ്യുന്നത്. ചെയ്തു കൂട്ടിയതിന്റെ എല്ലാം ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ എല്ലാ വശത്തേക്കും ഒന്ന് കൈ കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല, രണ്ട് പോക്കറ്റിലും രണ്ട് കൈയും നിക്ഷേപിച്ചുകൊണ്ട് നടക്കുക, ജമ്മം ചെയ്ത കൈ കൊടുക്കുകയില്ല. ഇപ്പൊ ദൈവത്തിന്റെ കൃപയാൽ അകലം പാലിച്ച് കൈയും കൊടുക്കണ്ട, കാലും കൊടുക്കണ്ട, മിണ്ടണ്ട. ഈ മുഖം മൂടി വെച്ചിരിക്കുന്നത് കൊണ്ട് ചിരിക്കുകയാണോ, കരയുകയാണോ, പല്ല് ഞെറുമ്പുകയാണോ, ദേഷ്യപ്പെടുകയാണോ, ആർക്കും അറിഞ്ഞുകൂടാ. ഒരിക്കൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ചോ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ കുറെ നാൾ കൂടി ഇത് വെച്ചുകൊണ്ട് നടക്കുന്നത് വളരെ നല്ലതാന്ന് പറഞ്ഞു. കാര്യം പലരുടെയും ദുർമുഖം കാണണ്ടല്ലോ എന്നോർത്തിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തെ ആരാധിച്ചത്, എന്റെ സഭയുമായി എനിക്കുണ്ടായിരുന്ന ബന്ധം, കർത്താവിന്റെ വേലയിൽ ഞാൻ സഹകരിച്ചത്, ഒരു കൺവെൻഷൻ നടത്തിയത്, ഒരു ക്യാമ്പ് നടത്തിയത്, അത് കഥയില്ലാത്ത വിധത്തിലായിരുന്നോ ഞാൻ ചെയ്തത്, അതോ ഫലകരമായ വിധത്തിലാണോ ചെയ്തത്? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ പരിശോധിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് തീയത് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, കഥയില്ലാത്തത്, നിഷ്ഫലമായത് എന്നൊക്കെയാണ് അതിനർത്ഥമായിരിക്കുന്നത്. അതവിടെ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മൾ ഏത് വിധത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ വെളിപ്പെടുന്നത് എന്നൊരു പരിശോധന നടത്തുവാൻ ദൈവം വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. അതിനുശേഷം ക്രിസ്തുവിന്റെ ബീമായിലെ പരിശോധനയുടെ ഫലം ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. അതിന്റെ മുൻപിൽ നാം നിൽക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ വെളിപ്പെടുകയാണ്, അല്ലെങ്കിൽ പ്രകടമാക്കപ്പെടുകയാണ്. അത് ഫലമുള്ളതായിരുന്നോ ഫലമില്ലാത്തതായിരുന്നോ എന്ന് ഞാൻ ഓർപ്പിച്ചു. എന്നിട്ട് ആ ഭീമായിലെ, ക്രിസ്തുവിന്റെ ഭീമായിലെ പരിശോധനയുടെ ഫലം എങ്ങനെയുള്ളതാണെന്ന് ഓർപ്പിക്കട്ടെ. നാം ആ പരിശോധനയുടെ ഫലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങള്. അത് നിങ്ങൾക്കറിയാം. ഞാൻ ആ വേദഭാഗം മുഴുവൻ എടുക്കാൻ പോയാൽ നമ്മുടെ സമയം നമുക്ക് ഒരു പക്ഷേ തികയാതെ വന്നു എന്ന് വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ആ ഭാഗത്ത് ക്രിസ്തുവിന്റെ ഭീമായിലെ പരിശോധനയുടെ ഫലത്തിന്റെ ഒരു വിശദീകരണം നമുക്ക് നൽകുന്നത്. നിങ്ങൾ ആ വേദഭാഗം എടുത്തു വെച്ചുകൊണ്ട് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ 2 വിധത്തിലുള്ള പണികളാണ് പരിശോധിക്കപ്പെടുന്നത്. 2 വിധത്തിലുള്ള പണികള്. ഒന്നാമത്തെ പണി പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ എന്ന് 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതായത് ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിയുന്ന പണികളാണ്. ആ പണികളിൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഞാൻ ഓർപ്പിച്ചല്ലോ 2 വിധത്തിലുള്ള പണികളാണ്. അത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ. അത് വിശദീകരണം ഞാൻ പിന്നെ തരാം. ആ പണിയിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 12-ാം വാക്യത്തിൽ തന്നെയുണ്ട്. 1 കൊരിന്ത്യർ 3:12. എന്താണ്? മരം, പുല്ല്, വൈക്കോല്. അവിടെ ആ 3 കാര്യങ്ങൾ. അപ്പോൾ നോക്ക്, 3 കാര്യങ്ങൾ വീതം വരുന്ന 2 വിഭജനമാണ് അവിടെ പറയുന്നത്. ആ പണികളിൽ ഒരു വിധം പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ കൊണ്ട്. രണ്ടാമത്തെ വിധം മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട്. ഇനി ഈ 2 പണികൾ എന്തിനെ സൂചിപ്പിക്കുന്നു? കേട്ടോളുക. ഒന്ന്, ദൈവത്തിന്റെ പണിയെ സൂചിപ്പിക്കുന്നു. ഏതാണ് ദൈവത്തിന്റെ പണി? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. അത് ദൈവത്തിന്റെ പണിയെ സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തേത് മനുഷ്യന്റെ പണിയെ സൂചിപ്പിക്കുന്നതാണ്. ഏതാണ് മനുഷ്യന്റെ പണിയെ സൂചിപ്പിക്കുന്നത്? മരം, പുല്ല്, വൈക്കോല്. ഒന്ന് ശ്രദ്ധിച്ചോളുക. ആത്മീയ പ്രവർത്തനങ്ങളെ നമുക്കിങ്ങനെ 2ആയി തിരിക്കാം. നോക്കുമ്പോൾ എല്ലാവരും ആത്മീയ പ്രവർത്തനങ്ങളിലാണ്. ആന്നു കേട്ടോ, ആന്നു.
എല്ലാവരും ആത്മീയ പ്രവർത്തനങ്ങളിലാ. എന്ന പൗലോസ് പറയുന്നു ഇത് തരം തിരിക്കുന്ന ഒരു സമയമുണ്ട്. ഇത് തരം തിരിക്കുന്ന ഒരു സമയമുണ്ട്. പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും കല്ലുകൊണ്ടുമുള്ളതാണോ, അതോ മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടാണോ? കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തിന്റെ പണിയാണോ ഇവിടെ ചെയ്തത്, അതോ മനുഷ്യന്റെ പണിയാണോ ഇവിടെ ചെയ്തത്? ഒരാത്മ പരിശോധനയ്ക്ക് ഈ ക്ലാസ് മുഖാന്തരമായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. ഇനിയും ഈ പണിയുടെ വ്യത്യാസം നോക്കിയേ. പൊന്നും വെള്ളിയും കല്ലും മണ്ണിനടിയിലാണ്. അത് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടുന്നാണല്ലോ ഇത് ഖനനം ചെയ്തെടുക്കുന്നത്. മണ്ണിനടിയിലാണ് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും. എന്നാൽ മണ്ണിന് മുകളിലാണ് മരം, പുല്ല്, വൈക്കോൽ എന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒന്ന് രഹസ്യവും രണ്ടാമത്തേത് പരസ്യവും. നമ്മുടെ പണികൾ രഹസ്യമാണോ പരസ്യമാണോ? രഹസ്യമായ പണിക്ക് നമ്മുടെ കർത്താവ് ഒരു ഉദാഹരണം ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം, ഞാൻ എടുക്കുന്നില്ല. അതിന്റെ 5-ാം അധ്യായം വിട്ടിട്ട് 6-ഉം 7-ഉം അധ്യായം മത്തായി എടുത്തു നോക്കിയാൽ അറിയാം. മനുഷ്യർ കാണേണ്ടതിന് ദീർഘമായി പ്രാർത്ഥിക്കുന്നു, മനുഷ്യർ കാണേണ്ടതിന് ഭിക്ഷ കൊടുക്കുന്നു, മനുഷ്യർ കാണേണ്ടതിന് ഉപവസിക്കുന്നു. അങ്ങനെ മനുഷ്യർ കാണേണ്ടതിന് ചെയ്യുന്ന കുറെ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മനുഷ്യർ കാണാതെ ചെയ്യണമെന്നും കർത്താവ് പറയുന്നു. നീ അറയിൽ കടന്ന്, രണ്ടാമത് പറയുന്നു വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത്. ഇതെല്ലാം രഹസ്യമായ കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, അതിനോട് ചേർത്ത് നിങ്ങൾക്ക് വളരെ പൂരിപ്പിക്കാം. അതുകൊണ്ട് ഓർപ്പിക്കട്ടെ, പൊന്നും വെള്ളിയും കല്ലും മണ്ണിനടിയിൽ അത് രഹസ്യമാണ്, ആരും കാണുന്നില്ല. എന്നാൽ മരം, പുല്ല്, വൈക്കോൽ മണ്ണിന് മുകളിലാണ്, അതെല്ലാവർക്കും കാണാം. എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു, ദൈവം അറിഞ്ഞാൽ മതി എന്നുള്ള കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുക. 2, മനുഷ്യർ കാണാനുള്ള പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ആ പ്രവൃത്തി പരിശോധിക്കുന്ന രംഗവും അതിന്റെ ഫലവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്തെങ്കിലും നമുക്ക് ഒരു തിരിഞ്ഞു നോട്ടം ഞാൻ ഉൾപ്പെടെ പരമാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാം. നാം പ്രസംഗിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണോ മനുഷ്യന് വേണ്ടിയാണോ? ദൈവം കാണേണ്ടതിനാണോ മനുഷ്യൻ കാണേണ്ടതിനാണോ? ഞാൻ പാട്ടുപാടുന്നത് ദൈവം കാണേണ്ടതിനാണോ മനുഷ്യർ കാണേണ്ടതിനാണോ? ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്നത് മനുഷ്യർ അറിയേണ്ടതിനാണോ ദൈവം അറിയേണ്ടതിനാണോ? ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത് മനുഷ്യർ അറിയേണ്ടതിനാണോ ദൈവം അറിയേണ്ടതിനാണോ? ഓ, അതാണ് അവിടെ പരിശോധിച്ചു ഫലം തരാനായിട്ട് പോകുന്നത്. തീർന്നില്ല. അടുത്തത് ഇത് കാണിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. 1, ദൈവ മഹത്വത്തിനായുള്ള പ്രവർത്തികൾ. പൊന്നെ വെള്ളി വിലയേറിയ കല്ല് ദൈവ മഹത്വത്തിനായുള്ള പ്രവർത്തികൾ. അപ്പോ ഞാന് ആത്മീയമായി വലിയ ശുശ്രൂഷയല്ല എന്ന് വന്നാലും ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിലൂടെ ദൈവത്തിന് മഹത്വം കരേറ്റുന്ന ശുശ്രൂഷയായിരിക്കണം. ഞാൻ എത്ര വർഷം പ്രസംഗിച്ചു, എത്ര വർഷം ബൈബിൾ ക്ലാസ് എടുത്തു, എത്ര വർഷം കൺവെൻഷനിൽ പോയി എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. ഓ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഞാൻ അതെങ്ങനെ ചെയ്തു? ദൈവ മഹത്വത്തിനായിട്ടാണോ ചെയ്തത്? ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം. അതിന്റെ 10-ാം വാക്യത്തില് 1 കൊരിന്ത്യർ 3:10 ഒടുവിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. കണ്ടോ നിങ്ങള്? താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഞാനത് ഇങ്ങനെയൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ സഭായോഗം കഴിഞ്ഞാൽ ചിലർക്കൊരു അജണ്ടയുണ്ട്. എന്താ അജണ്ട എന്നറിയാമോ? അവിടെ വന്നിരിക്കുന്ന സകലമാന ആളുകൾക്കും കൈ കൊടുത്തേ പോകത്തുള്ളൂ. അത് അവരുടെ ഒരു തീരുമാനമാണ്. ഞാൻ കൈ കൊടുക്കാതെ പോവുകയില്ല. നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? എത്ര പേർക്ക് കൈ കൊടുത്തു എന്നുള്ളതല്ല, എങ്ങനെ കൈ കൊടുത്തു എന്നുള്ളതാണ്.
എത്ര പേരെ വീട്ടിൽ, എത്ര ദൈവദാസന്മാരെ, എത്ര ദൈവമക്കളെ വീട്ടിൽ വരുത്തി സൽക്കരിച്ചു എന്നുള്ളതല്ല, എങ്ങനെ സൽക്കരിച്ചു എന്നുള്ളതാണ്. എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശയിൽ സംബന്ധിച്ചുവോ എന്നുള്ളതല്ല, സംബന്ധിച്ചത് എങ്ങനെ സംബന്ധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരു ദിവസം എത്ര പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതല്ല, എത്ര ക്യാമ്പുകൾ നടത്തി എന്നുള്ളതല്ല, അതെങ്ങനെ നടത്തി എന്നുള്ളത്, ഓ സ്തോത്രം, ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ എന്റെ പ്രിയപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, ദൈവ കുഞ്ഞുങ്ങളെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവ മഹത്വത്തിനായുള്ള പ്രവൃത്തിയുണ്ട്, മനുഷ്യന്റെ മഹത്വത്തിനായുള്ള പ്രവൃത്തിയുമുണ്ട്. ഇതിലേതായിരിക്കും പരിശോധിക്കപ്പെട്ട് അവിടെ വെളിപ്പെടാൻ പോകുന്നതെന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ രണ്ട് വിധത്തിലുള്ള പണികള്. ഇനിയും രണ്ടാമത് ആ പരിശോധനയെ കുറിച്ച് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ രണ്ട് പണികൾ സ്വീകാര്യമാണോ നഷ്ടമാണോ എന്ന് വെളിപ്പെടുന്ന വിധവും അവിടെ പറയുന്നുണ്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോല്, ഈ പണികള് സ്വീകാര്യമാണോ നഷ്ടമാണോ, നിലനിൽക്കുന്നതാണോ നശിക്കുന്നതാണോ എന്ന് വെളിപ്പെടുന്ന ഒരു വിധം അവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആ ദിവസം അതിനെ വെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും എന്ന് പറഞ്ഞാൽ, ഈ ന്യായാസനത്തിന്റെ മുൻപിൽ കേട്ടോളുക, ഒരഗ്നിശോധനയിലൂടെയാണ്. ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത് അത് ചിന്തിക്കണമല്ലോ. ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ ഈ രണ്ടു വിധത്തിലുള്ള പ്രവർത്തികൾ സ്വീകാര്യമാണോ തള്ളപ്പെടുന്നതാണോ എന്ന് പരിശോധിക്കുന്നത് തീയാലാണ്, അഗ്നിയാലാണ് എന്നവിടെ പറയും. അപ്പോൾ ചിലർക്ക് ഒരു സംശയം വരും, അപ്പൊ എന്തോ ഈ ന്യായാസനത്തിന് മുമ്പിൽ തീ അങ്ങ് ഒത്തിരി ഉണ്ടോ? തീ കൂട്ടിയിട്ടാണോ? എന്തിനാ തീയ്? നമ്മുടെ കർത്താവ് തന്നെ അഗ്നിയല്ലേ? നാം എബ്രായ ലേഖനം വായിക്കുന്നത് എന്താ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അല്ലയോ എന്നല്ലേ? തന്നെയല്ല, കർത്താവിന്റെ കണ്ണുകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലും അതുപോലെ എബ്രായ ലേഖനത്തിലും പറഞ്ഞിട്ടില്ലേ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. അതുകൊണ്ട് അവിടെ തീ എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയെന്നാണ് ഞാൻ കരുതുന്നത്. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവൻ, ഞാൻ കാണാതെ ആർക്കെങ്കിലും മറയത്ത് ഒളിച്ചിരിപ്പാൻ കഴിയുമോ? തന്നെയല്ല, അത് തന്നെ കർത്താവ് മറ്റൊരിടത്ത് കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 4-ൽ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അപ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിന്റെ മുൻപിൽ ഈ പ്രവർത്തനങ്ങളെ വിട്ടുകൊണ്ടാണ് ഈ പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിൽ സ്വീകാര്യമുള്ളതാണോ, തിരസ്കരിക്കേണ്ടതാണോ, നിലനിൽക്കുന്നതാണോ, വെന്തുപോകുന്നതാണോ എന്നാണ് അവിടെ പരിശോധിക്കപ്പെടാനായിട്ട് പോകുന്നത്. അതിന്റെ ഫലം എന്താണ്? അനന്തര ഫലം. ഈ തീയിൽ പരിശോധിക്കപ്പെടുന്നതിന്റെ അനന്തര ഫലം നോക്കിയേ. 1 കൊരിന്ത്യർ 3 തന്നെയാണ്, 14-ഉം 15-ഉം വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. നോക്കിയാട്ട്, ആ തീ തന്നെ ശോധന ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. അതിനാ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത്. പരിശോധിക്കപ്പെടുക, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കപ്പെട്ട് ഈ തീയിലൂടെ പോകുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ഒരുത്തന്റെ പ്രവൃത്തി പണി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. വെന്തു പോകാത്ത പ്രവൃത്തികൾക്ക് അവിടെ പ്രതിഫലം കിട്ടും. 15-ാം വാക്യം വീണ്ടും പറയുന്നു, ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ
തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പൊ നോക്കിയാട്ട്, മരം, പുല്ല്, വൈക്കോല്, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഈ പ്രവർത്തനങ്ങൾ കർത്താവിന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിലൂടെ ശോധന ചെയ്യപ്പെടുമ്പോൾ മരം, പുല്ലു, വൈക്കോല് വെന്തുപോകും. നമുക്കറിയാം, തീ കാണിച്ചാൽ മതി, ഷൂന്നും പറഞ്ഞങ്ങ് പോകും. എന്നാൽ ഇത് വിലയേറിയ കല്ലും പൊന്നും വെള്ളിയും ഒക്കെ തീയിലൂടെ കടന്നാലുണ്ടല്ലോ, അത് നശിക്കുകയല്ല, അതിന്റെ മഹത്വം വർദ്ധിക്കുക ചെയ്യുന്നത്. ദൈവത്തിനു സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്തുവിനെ ന്യായാസനം 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 എന്ന് പറഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത്. അതിന്റെ ഗൗരവം ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. അല്ലാത്ത പണികളെല്ലാം വെന്തുപോകുമെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടും. അയ്യോ, ഞാൻ ഓടി നടന്നു, ഞാൻ ഇത്ര കാലം വേല ചെയ്തു, ഞാൻ ഇത്ര വർഷമായി പ്രവർത്തിക്കുകയാ, ഞങ്ങളുടെ സഭ ഇങ്ങനെ ചെയ്യുന്നു, ഒന്നും പ്രശംസിക്കാനില്ല. തീയിലൂടെ കടക്കുമ്പോൾ നഷ്ടമാണോ വരാൻ പോകുന്നത്, നേട്ടമാണോ വരാൻ പോകുന്നത് എന്ന് പരിശോധിക്കുവാൻ ഇടവരട്ടെ. അങ്ങനെ അഗ്നിശോധനയിലൂടെ കടന്ന് വെന്തുപോകുന്ന പണിക്ക് പ്രതിഫലമില്ല. വെന്തു പോകാത്ത നിലനിൽക്കുന്ന, അഥവാ പൊന്നിനും വെള്ളിക്കും വിലയേറിയ കല്ലിനും സമമായിരിക്കുന്ന ആ ദൈവ മഹത്വത്തിനു വേണ്ടി ചെയ്ത പണിക്ക് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തെ സംബന്ധിച്ചും രണ്ടു വാക്കൊന്ന് ഓടിച്ചു പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. അവിടെ ഒടുവിലായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രതിഫലം കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണേ. 5 മേഖലകളിലെ പ്രവർത്തികൾക്കാണ് 5 പ്രതിഫലങ്ങൾ കൊടുക്കുന്നതായി കാണുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ 5 മേഖലകളിലുള്ള പ്രവർത്തികൾക്ക് അവിടെ 5 പ്രതിഫലങ്ങൾ നൽകുന്നു എന്നാണ് തിരുവെഴുത്തിൽ, പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതിൽ ഒന്ന് കേട്ടോളുക. 1, വാടാത്ത കിരീടം. 1 കൊരിന്ത്യർ 9:25 വാക്യം നിങ്ങൾ തിരുവെഴുത്തെടുത്ത് വായിച്ചാൽ മതിയാകും. വാടാത്ത കിരീടം, അതായത് അന്നത്തെ കാലത്ത് വിനോദ മത്സരങ്ങളിൽ വിജയ സൂചകമായി പുഷ്പചക്രം കൊടുക്കും. പക്ഷെ അത് വാടിപ്പോകുന്നതാ. എന്നാൽ ഇവിടെ വാടാത്തത് കൊടുക്കുക. ആർക്കായി വാടാത്തത് കൊടുക്കുന്നത്? കേട്ടോളുക. പഴയ മനുഷ്യന്റെ മേൽ നിയന്ത്രണം കൈവരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഈ വാടാത്ത കിരീടം. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പഴയ മനുഷ്യന്റെ മേൽ നിയന്ത്രണം കൈവരിക്കുന്നവർക്ക് പഴയ മനുഷ്യന്റെ മേൽ നിയന്ത്രണം കൈവരിച്ചുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഈ വാടാത്ത കിരീടം. അതാണ് 1 കൊരിന്ത്യർ 9:25 പറഞ്ഞിരിക്കുന്നത്. ഇനിയും രണ്ടാമത്തെ കിരീടം എന്താണെന്ന് നോക്കിയാട്ട് 1 തെസ്സലോനിക്കർ 2:19-20 വാക്യങ്ങൾ. അത് സന്തോഷ കിരീടമാണ്. പ്രശംസാ കിരീടമെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് സന്തോഷ കിരീടം എന്ന് പറയാം. അതാർക്കാണ്? ആ ഭാഗത്ത് തന്നെ കാണുന്നുണ്ട്. ആത്മാക്കളെ നേടുന്നവർക്ക് നൽകുന്നതാണ് ഈ സന്തോഷ കിരീടം അല്ലെങ്കിൽ പ്രശംസാ കിരീടം. പൗലോസ് തെസ്സലോനിക്കരോട് പറയുകയാണ്, ക്രിസ്തുവിന്റെ നാളിൽ ആ ദിവസം ഞങ്ങളുടെ സന്തോഷവും പ്രശംസയും ആരാണ്? നിങ്ങളല്ലയോ പ്രശംസാ കിരീടം, സന്തോഷ കിരീടം എന്നവിടെ പറയും. അപ്പോൾ ആത്മാക്കളെ നേടുന്നവർക്ക്, പ്രത്യേകിച്ച് എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നാം പേഴ്സണലായി, വ്യക്തിപരമായി, ഡോർ ടു ഡോറായി അനേകരോട് സുവിശേഷം പറഞ്ഞു. വിശന്നും ദാഹിച്ചും പള്ളു കേട്ടും ഞങ്ങൾക്ക് ഇവിടെ കേൾക്കണ്ടെന്നും പറഞ്ഞ് നമ്മളെ തള്ളി മാറ്റിയും ഏതെല്ലാം പ്രതിസന്ധികളുടെ നടുവിൽ നാം കർത്താവിനെ സേവിക്കുകയും അവിടുത്തെ സുവിശേഷം പലരോടും പറഞ്ഞു. അത് മുഖാന്തരമായി എത്രയോ ആത്മാക്കള് നമുക്കുണ്ട്. അവരെല്ലാം നമുക്കവിടെ കാണുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്ന സന്തോഷം എത്ര വലുതാ. അവിടെ കാണുന്നതിന് മുമ്പ് ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് എത്ര വലിയ ആനന്ദമാ. അതൊരു കിരീടമാണ്. അതിനുള്ള സന്തോഷത്തിന്റെ കിരീടം, പ്രശംസയുടെ കിരീടം ആത്മാക്കളെ നേടുന്നതിന്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വിശ്വാസികളോടായിട്ടും പറയുകയാണ്,
ഈ ഭൂമിയിൽ വെച്ച്, കേൾക്കണം, ഈ ഭൂമിയിൽ വെച്ച് ഓരോ വിശ്വാസിയുടെ, സുവിശേഷകന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വം എന്നുള്ളത് ക്രിസ്തുവിനെ പറയുക എന്നുള്ളതാണ്. അത് സാധിക്കുന്നുണ്ടോ? ഒരിക്കൽ ഓസ്വാൾഡ് ജെ സ്മിത്ത് പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത്: രക്ഷിക്കപ്പെട്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും സുവിശേഷം മറ്റൊരാളോട് പറയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്ന്. മനസ്സിലായില്ലേ? യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടാൽ ആ ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് അമക്കി വെക്കാൻ കഴിയുകയില്ല. പൗലോസ് എന്താ പറയുന്നത്? അത് ഞങ്ങളെ നിർബന്ധിക്കുന്നു, അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചില സന്തോഷ കിരീടത്തെ കാണാൻ പ്രിയ സഹോദരി സഹോദരന്മാരെ സാധിക്കുന്നെങ്കിൽ അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. യൂദായും അതല്ലേ പറയുന്നത്? കഴിയുമെങ്കിൽ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്തോ ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നിരിക്കുന്നു. മൂന്നാമത്തെ കിരീടം ജീവ കിരീടമാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ജീവകിരീടം. യാക്കോബ് 1:12. അത് ആർക്കാണെന്ന് പറയുന്നുണ്ട്? പരിശോധനകൾ സഹിക്കുന്നവർക്കുള്ള ജീവകിരീടമാണ്. പരിശോധന സഹിക്കുക. എന്തു ഈ സഹിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം എനിക്ക് തന്നതാണ്, ദൈവം എനിക്ക് നൽകിയതാണ്, എന്റെ നന്മയ്ക്ക് വേണ്ടി നൽകിയതാണ്. അത് സ്വീകരിച്ച് ദൈവത്തിന് സ്തോത്രം കരേറ്റിക്കൊണ്ട് പോകുന്നവനാണ് പരീക്ഷ സഹിക്കുന്നവൻ. ചിലരെ സംബന്ധിച്ച് അങ്ങനല്ല. എന്തോ പറയാനാ ബ്രദറെ, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധിയാ. അപ്പൊ നമ്മൾ പറയും, കർത്താവ് അറിയാതെ ഇതൊന്നും നമുക്ക് സംഭവിക്കുകയല്ലോ, അതുകൊണ്ട് അതങ്ങ് സന്തോഷത്തോടെ സഹിക്കണം. അപ്പൊ മറുപടി എന്നാ പറയുന്നറിയാമോ? അല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യുന്നത്? സഹിക്കുകയല്ലാതെ അതിന് കിരീടം ഒന്നും കിട്ടുകയല്ല. ഇതെനിക്ക് കർത്താവ് തന്നതാ, എന്റെ നന്മയ്ക്ക് വേണ്ടി തന്നതാ, ഞാൻ ഇതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുള്ള കാഴ്ചപ്പാടിൽ ആ പരീക്ഷ സഹിക്കുന്നവന് സ്തോത്രം, അവിടെ അവന് എന്തുണ്ട്? ജീവകിരീടം ഉണ്ട് എന്ന് യാക്കോബ് പറഞ്ഞിരിക്കുക. തുടർന്ന് 4-ാമത്തെ കിരീടം കേട്ടോളുക. 4-ാമത്തെ കിരീടം ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന നീതിയുടെ കിരീടമാണ്. നീതിയുടെ കിരീടം. 2 തിമോത്തിയോസ് 4:8 നീതിയുടെ കിരീടം. ആ നീതിയുടെ കിരീടത്തെ കുറിച്ച് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മറ്റൊന്നും കിട്ടിയില്ലേലും എല്ലാ വിശ്വാസികൾക്കും കിട്ടാൻ പോകുന്നതാണ് നീതിയുടെ കിരീടം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. പൗലോസ് അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, കേൾക്കണം. എനിക്ക് മാത്രമല്ല, പൗലോസിനത് കിട്ടുമെന്ന് ഉറപ്പുണ്ട്, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയെങ്കിൽ പ്രിയം വെച്ച ഏവർക്കും. ആ വാക്ക് ഓർക്കണം. ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞതങ്ങ് മാറാം, കേട്ടോളുക. ഈ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തുള്ള സകല വിശ്വാസികളോടും ചോദിക്കെ, കർത്താവ് വരുമോ? പിന്നെ കർത്താവ് വരും. കർത്താവ് വരുമെന്ന് വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ പൗലോസിന്റെ വാക്കെടുത്ത് ഞാൻ ചോദിക്കട്ടെ, അതിൽ പ്രിയം വെച്ചിട്ടുണ്ടോ? പ്രിയം വെച്ചവരുടെ ജീവിത ശൈലി നോക്കിയാൽ അറിയാം. അവരതിനു വേണ്ടി എപ്പോഴും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്കറിയാം അവരുടെ ജീവിതത്തിന്റെ പോക്ക് കാണുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഓർക്കേണ്ടത്, വിശ്വാസികളായ എല്ലാവർക്കും ലഭിക്കുന്നതല്ല ഈ നീതിയുടെ കിരീടം. പിന്നെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി സ്തോത്രം ഹൃദയം അതിലേക്ക് വെച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ലഭിക്കുന്നതാണ് ഈ നീതിയുടെ കിരീടം. അതാണ് 4-ാമത്തേത്. ഏറ്റവും ഒടുവിലായി 5-ാമത്തെ കിരീടം തേജസ്സിന്റെ കിരീടമാണ്, മഹത്വത്തിന്റെ കിരീടമാണ്, മഹത്വ കിരീടം. 1 പത്രോസ് 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. 1 പത്രോസ് 5:4. ആ കിരീടം അവിടെ പറയുമ്പോൾ ഓർക്ക്, ഈ കിരീടം ആർക്കാണ്? കേൾക്കണം. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നതിന് സന്നദ്ധതയുള്ളവർക്ക് നൽകുന്ന കിരീടമാണ്. എന്ന് പറഞ്ഞാൽ ദൈവസഭയെ ശരിയായ വിധത്തിൽ മേയിക്കുന്ന ഇടയന്മാർക്ക് അഥവാ മൂപ്പന്മാർക്ക് ലഭിക്കുന്ന കിരീടമാണ് ഈ തേജസ്സിന്റെ അല്ലെങ്കിൽ മഹത്വത്തിന്റെ കിരീടം എന്ന് പറയുന്നത്.
മൂപ്പന്മാരായ എല്ലാവർക്കും അത് കൊടുക്കുമെന്ന് ഇവിടെ നാം വായിക്കുന്നില്ല. എല്ലാ സഭകളിലെയും സകല മൂപ്പന്മാർക്കും തേജസ്സിന്റെ കിരീടം ഉണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നടക്കത്തില്ല, അത് കിട്ടത്തില്ല. എങ്ങനെയുള്ളവർക്കാണ്? മൂപ്പന്റെ വേല ചെയ്യുന്നവർക്ക്. ചിലര് ചിന്തിക്കുന്നത് മൂപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു കസേര കൊണ്ട് വെളിപ്പെടുത്തുന്നതാണെന്ന്. അങ്ങനല്ല. ഈ മൂപ്പൻ എന്ന് പറഞ്ഞാൽ ആ വേല ചെയ്യണം. എന്തു വേല? ആടുകളെ മേയിക്കുക. എഹെസ്കേൽ പ്രവചനത്തിൽ അന്നത്തെ ഇടയന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ആടുകളെ മേയിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ മേയിക്കുന്നുവെന്നാണ്. അവിടെ തന്നെ പത്രോസ് 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സഭകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ഈ സഭയെ മേയിക്കേണ്ടത്. ഞാൻ ആ ഭാഗം അധികം വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം മൂപ്പന്മാരെ, ഇടയന്മാരെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ആ വേല നന്നായി ചെയ്യുന്ന ആ ഇടയന്മാർക്ക് കൊടുക്കുന്നതാണ് ഈ തേജസ്സിന്റെ കിരീടം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുൻപ് ഒന്ന് മനസ്സിലാക്കണം, ഈ കിരീടം ജയാളിയുടെ കിരീടമാണ്, രാജാവിന്റെ കിരീടമല്ല കേട്ടോ. ഇനി കേൾക്കുക, രാജകീയ കിരീടത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് ദയാടം എന്നാണ്. ദയാടം എന്ന പദമാണ് രാജകീയ കിരീടത്തിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ജയാളിയുടെ കിരീടത്തിന് കൊടുത്തിരിക്കുന്നത് സ്റ്റെഫാനോസ് എന്ന വാക്കാണ്. സ്റ്റെഫാനോസ്. അപ്പൊ സ്റ്റെഫാനോസ് എന്ന വാക്ക് ജയാളിക്ക് നൽകുന്ന കിരീടമാണ്, രാജാവിന് നൽകുന്ന കിരീടമല്ല. രാജാവിന് നൽകുന്ന രാജകിരീടത്തിന് ദയാടം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാവായി ഈ ഭൂമിയെ നീതിയോടെ ഭരിക്കാൻ വരുമ്പോൾ നാമും നമ്മുടെ കർത്താവിനോടുകൂടെ ഭരിക്കും. എന്നാൽ കർത്താവ് ദയാടം വെക്കുമ്പോൾ ഞാനും നിങ്ങളും സ്റ്റെഫാനോസ് ആണ് വെക്കാൻ പോകുന്നത്, ജയാളികളുടെ കിരീടം. ആകയാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തെ സംബന്ധിച്ചുള്ള ഈ പഠനം നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കുറെ കൂടെ പരിശോധിക്കുന്നതിനും അത് കുറെ കൂടെ മെച്ചമാക്കുന്നതിനും ദൈവനാമ മഹത്വത്തിനുമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടെ ഈ ക്ലാസ്സിൽ സംബന്ധിച്ചതിന് തന്നെയല്ല, എനിക്ക് ഒരുപാട് ബന്ധമുള്ള സഹോദരങ്ങളാണ് എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ ഇങ്ങനെയെങ്കിലും സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞിടെ ഞാനൊരു സഹോദരനോട് പറഞ്ഞു, ഞാൻ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, എന്തുമാത്രം സഹോദരങ്ങളെ കണ്ട് ഇപ്പൊ അതൊന്നും പറ്റുന്നില്ല. അതിന് ദൈവഹിതമാണല്ലോ, നടക്കട്ടെ എന്നാലും ഒരു നൊമ്പരം മനസ്സിലുണ്ടല്ലോ. എന്നാൽ ഇങ്ങനത്തെ സൂം പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നതിൽ ദൈവത്തിന് മഹത്വം, സന്തോഷം. ഞാൻ നോക്കിയപ്പോൾ കൊറോണ കാരണം വെളിയിലൊന്നും ഇറങ്ങാത്തത് കൊണ്ടായിരിക്കാം എല്ലാവരും കുറെ കൂടിയൊക്കെ നല്ല സുന്ദരന്മാരായിട്ടിരിക്കുന്നുവെന്ന് എനിക്ക് അങ്ങ് തോന്നിപ്പോവുകയാണ്. കർത്താവ് ബലപ്പെടുത്തട്ടെ, ദൈവകൃപ നൽകട്ടെ. നമുക്ക് ഈ പഠനം അനുഗ്രഹമാക്കാം, കർത്താവിന് വേണ്ടി ജീവിക്കാം. ഈ ക്ലാസ് ക്രമീകരിച്ച സഹോദരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കാം, പ്രാർത്ഥിച്ചാൽ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നന്ദിയുടെ ചില വാക്കുകൾ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഓർപ്പിക്കാനായിട്ട് താല്പര്യമുണ്ട്. ഇന്ന് വൈകിട്ട് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതികൂലങ്ങളുടെ മധ്യയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അതറിയാം. എന്നാൽ ഇന്ന് വൈകിട്ട് അല്പസമയം ദൈവസേനയിൽ ദൈവത്തിന് മുമ്പായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വൈകിട്ട് ഈ മീറ്റിംഗിന്റെ ക്രമീകരണത്തോടുള്ള ബന്ധത്തിൽ അത് ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവിന്റെ ദാസൻ ഷാജുവിനെ ദൈവം എടുത്തുപയോഗിച്ചു. പ്രിയ ഷാജുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്തനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പ്രാർത്ഥനയില് പ്രാർത്ഥന നമ്മെ സഹായിച്ചത് കർത്താവിന്റെ ദാസൻ KJ ജോർജാണ്. അതുപോലെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് കർത്താവിന്റെ ദാസൻ സ്റ്റാൽ റോയ്സോറിനാണ്. ദൈവത്തെ സ്തുതിക്കുകയും
കർത്തൃനാമത്തിൽ അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ മനോഹരമായ പാട്ടുകൾ പാടുവാനായിട്ട് പ്രിയ ജോയലിനെയും ജോഷുവിനെയും അതുപോലെ റോബിനെയും ദൈവം ഉപയോഗിച്ചു. ആദ്യം അല്പമായ പ്രയാസം ഉണ്ടായിരുന്നുവെങ്കിലും റോബിൻ ഒരു പാട്ടുകൾ പാടും എന്ന് വിശ്വസിക്കുന്നു. ആ നിലയിൽ പാട്ട് ക്രമീകരിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ ദൈവം ഉപയോഗിച്ചു. അതോട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ 3 പേർക്ക് കർത്തൃനാമത്തിൽ ഈ സമയത്ത് നന്ദി അറിയിക്കുകയാണ്. അതിനുശേഷം നാം കേട്ടതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ വചനം നമുക്ക് വിഭാഗിച്ചു തരുവാനായിട്ട് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ബ്രദർ ചാണ്ടപ്പള ഫിലിപ്പ് നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നു. ഈ നാളുകളിൽ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പണി ഏത് നിലയിലായിരിക്കുന്നു എന്നുള്ളത് ഇന്ന് വൈകിട്ട് കേട്ട വചനം അമ്മയെന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. പൊന്ന്, വെള്ളി, വലിയൊരു കല്ല് ഈ നിലയിലാണോ, അതോ മരം, പുല്ലോ, വൈക്കോൽ ആ നിലയിലാണോ എന്നുള്ളത് ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് വൈകിട്ട് ഈ നിലയിൽ ദൈവവചനം നമ്മോട് സംസാരിച്ച പ്രിയ കർത്തൃദാസനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്തൃനാമത്തിൽ അവർക്കുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥിച്ച്
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാത്സല്യ പിതാവേ, നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ രാത്രികാലം ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദൈവകൃപയ്ക്കായി തിരുനാമത്തിന് സ്തോത്രം. ലോകം മുഴുവൻ കഴിഞ്ഞ 4-5 മാസമായി ലോക്ക്ഡൌണിലായി വളരെ കൊറോണ വൈറസിന്റെ ബാധയാൽ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമക്കളായി ഞങ്ങൾക്ക് കഴിഞ്ഞ 5 മാസമായിട്ട് ഒരുമിച്ച് സഭകളായിട്ട് കൂടുവാനോ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുവാനും കർത്തൃമേശയിൽ പങ്കുകൊള്ളുവാനും സാധിക്കാത്ത സാഹചര്യങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ വചനം ശ്രദ്ധിപ്പാൻ നൽകുന്ന അവസരത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും അവിടുത്തെ വിലയേറിയ ദാസൻ കർത്താവിന്റെ ദാസൻ ചാനപ്പിള്ളച്ചായനെ അവിടുന്ന് കൂട്ടിവരുത്തി അവിടുത്തെ ദാസനിലൂടെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ദൈവികാലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹീതമായിട്ട് ക്ലാസ് എടുക്കുവാൻ വേണ്ടുന്ന കൃപ കൊടുത്തതോർക്ക് സ്തോത്രം. ശാരീരികമായിട്ട് കൊടുത്ത എല്ലാ ക്ഷേമത്തിനായി സ്തോത്രം. കർത്താവെ, എല്ലാ ആത്മീയ കൃപകൾക്കായിട്ട് തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവിടെ ദാസനെ കർത്താവ് ഉപയോഗിച്ചല്ലോ. ദൈവമക്കൾക്ക് കർത്താവിന്റെ വരവാണ് ഏറ്റവും പ്രത്യാശയുള്ളത്. ഞങ്ങൾ കാത്തിരിക്കുന്നത് അവിടുത്തെ വരവിന് വേണ്ടിയാണ്. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ആമേൻ, കർത്താവെ വരണമേ എന്നുള്ള യോഹന്നാന്റെ ആ പ്രാർത്ഥന ഞങ്ങൾ കേൾക്കുകയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ അപേക്ഷ. കർത്താവിന്റെ വരവാണ് ഞങ്ങളുടെ പ്രത്യാശ. നന്ദിയോടെ സ്തോത്രം. അത് തന്നെയുമല്ല, കർത്താവ് വരുമ്പോൾ അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വെളിപ്പെടാനുള്ളവരാണ്, ഞങ്ങൾ നിൽക്കാനുള്ളവരാണെന്നുള്ള ബോധ്യത്തോടു കൂടെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ ഉദ്ബോധിച്ചതോർക്ക് സ്തോത്രം. കർത്താവിന്റെ സന്നിധി ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടെ പ്രതിഫലമുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നല്ലോ. അവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ വെളിപ്പെടുന്നതിന്റെ പ്രധാനമായ ഉദ്ദേശ്യം കർത്താവെ അവിടെ ഞങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നുള്ളതാണ്. അവസാനമായിട്ട് വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന 5 വിധ പ്രതിഫലങ്ങളെ കുറിച്ച് ഞങ്ങൾ കേൾപ്പിച്ചതോർക്ക് സ്തോത്രം. പരീക്ഷ സഹിക്കുന്നവർക്ക് കർത്താവ് ജീവകിരീടം കൊടുക്കും. കർത്താവിന് വേണ്ടി ശുശ്രൂഷയിൽ അധ്വാനിച്ചവർക്ക് പ്രശംസാ കിരീടം കൊടുക്കും. കർത്താവിന്റെ സഭയെ ശരിയാവണ്ണം മേയിച്ച ഇടയന്മാർക്ക് അവിടുന്ന് കർത്താവെ തേജസ്സിന്റെ വാടാത്ത കിരീടം കൊടുക്കും ഞങ്ങൾ ഓർപ്പിച്ചല്ലോ. മാത്രമല്ല, അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കർത്താവെ ആ നീതിയുടെ കിരീടം ലഭിക്കുമെന്നുള്ളതും ഞങ്ങളെ കേൾപ്പിച്ചതോർക്ക് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രതിഫലത്തിന് നോട്ടം വെച്ച് വളരെ ഉത്സാഹമുള്ളവരായി ഞങ്ങളുടെ ജീവിതകാലം കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഈ നാളുകൾ കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്ക്കാൻ കഴിയുകയില്ല, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞ വാക്കോർക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ജനിച്ചവര് എന്ന നിലയിൽ നല്ല ഫലമുള്ളവരായി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങൾ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുവാൻ, വിവിധ ശുശ്രൂഷ ചെയ്യുവാൻ ദാസന്മാർ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് സഹായിക്കണമേ. ഈ പ്ലാറ്റ്ഫോമിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കുക. സ്തോത്രം സകലവും ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കിരിക്കുമാറാകട്ടെ. ആമേൻ.
സോയി എന്തുണ്ട്?